പ്രണയത്തിൻ്റെ സീനിൽ നമ്മൾ മനസ്സിൽ കുളിർമ ഉണ്ടാവണം. മനസ്സിൽ കുളിർ കോരുന്ന ഒരായിട്ടുണ്ട്. നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം? അല്ലെങ്കിൽ നമുക്കും കാണുന്നവർക്കൊരു പ്രണയം തോന്നണം. ഞാൻ അത്രക്കാരൻ ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. അല്ലാതെ എഴുതി വെച്ചിട്ട് എന്തെങ്കിലും. പക്ഷെ ഞാനിതൊന്നും വില്ലിങ് അല്ലായിരുന്നു കേട്ടാ. ഞാൻ ഇതിന് വില്ലിങ് അല്ലായിരുന്നു. വേണ്ട വേണ്ട വേണ്ട, നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട. നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് ശ്രീ നിരപ്പേൽ മത്തായിയെ സമീപിക്കാം. ഞാൻ ഈ പ്രണയത്തിന്റെ ഒരു സാധനം തുടങ്ങുന്ന സമയത്ത് ഞാൻ അവളെ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാന്നുള്ളത്, എനിക്ക് കല്യാണം കഴിച്ചു തരാന്നുള്ള ഉറപ്പ് വരുത്തിയതിനു ശേഷം വെരി ഇൻട്രസ്റ്റിംഗ്. എന്നിട്ട് അക്കോർഡിംഗ് ടു ഫീമെയിൽ ഹ്യൂമൻ സൈക്കോളജി അവളെ സന്യസിക്കാൻ കൊണ്ടുപോകാൻ ഞാൻ ആശ്രമത്തിൽ ഞാൻ ആക്കി വിടാം എന്ന് പറഞ്ഞ വണ്ടിയിലേറ്റി കൊണ്ടുവന്നിട്ട് എൻ്റെ ഒരു റിസോർട്ടിലോട്ട് ഞാൻ അവളെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് കേക്കണ്ട ഈ പുളിച്ച പൈങ്കിളി വർത്തമാനോ. ബേസിക് ആയിട്ട് കൾച്ചറുള്ള ഒരു മനുഷ്യൻ ആളറിഞ്ഞാലും ആളറിഞ്ഞില്ലെങ്കിലും മര്യാദ വിട്ട് പെരുമാറില്ല. മറ്റേ ടിപ്പിക്കൽ സോ കോൾഡ് കോഴി ഐറ്റമാണ്. ഒരു പാതിരത്ത് ഞാൻ ഇവിടെ ഇറങ്ങില്ല, ഞാൻ വരില്ല എന്ന് പറയുന്നിടത്ത് നിന്ന് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഡയറക്ടറും റൈറ്ററും എഴുതിയിരിക്കുന്നത് എടുത്തുകൊണ്ട് കൊണ്ടുപോകണമെന്നാണ്. അവളെ എടുത്തു. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവൻ. ഞാൻ വിശ്വസിച്ചോട്ടെ. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു AI വോയിസ് ഇമിറ്റേറ്റിങ്ങിനും ബ്രില്യൻ്റ് എഡിറ്റിങ്ങിനും ഒന്നും എന്നെയോ എൻ്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഞാൻ വില്ലിങ് ആയില്ല. അയ്യ എടുത്തോണ്ടുണ്ടാകാനാ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഞാൻ ചെയ്യില്ല. എന്തൊരു കള്ളനാ. അല്ല വലിയ കള്ളൻ. എന്നും പറഞ്ഞ് ഞാൻ ആ സീൻ ചെയ്തില്ല. അന്ന് ആ സീൻ മുടങ്ങി, ചെയ്തില്ല. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനയുടെ മൂർച്ച. എന്താണത്? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. നീ ഒരു സംഭവമാ, നീ സെറ്റപ്പാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.